വാർത്തയിലേക്ക് സ്വാഗതം. നന്ദിയിൽ അടിപ്പാതയ്ക്കായി ബഹുജന കൺവെൻഷൻ. പാരമ്പര്യപാതയുടെ സ്റ്റെപ്പുകൾ മുന്നറിയിപ്പില്ലാതെ റെയിൽവേ പൊളിച്ചുമാറ്റി. ഒരുമിച്ച് നടക്കാം മതേതര ഇന്ത്യയ്ക്കായി. രക്തസാക്ഷി ദിനത്തിൽ സെക്കുലർ മാർച്ച്. കൊയിലാണ്ടി ഫിലിം ഫാക്ടറി കോഴിക്കോടിന്റെ ആക്ടിംഗ് ക്യാമ്പ് പ്രൗഢഗംഭീരമായി. ഒലിവിയ വുഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഹിൽ ബസാർ റോഡ്, മുച്ചുകുന്നു. പതിറ്റാണ്ടുകളായി റെയിൽവേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നന്ദി ലൈറ്റ് ഹൗസ് റോഡിലേക്ക് കാൽനടയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന റെയിൽവേ തന്നെ നിർമ്മിച്ച നടപ്പാതയിലെ സ്റ്റെപ്പുകൾ യാതൊരു മുന്നറിയിപ്പില്ലാതെ പൊളിച്ചുമാറ്റിയതിൽ പ്രയാസം നേരിട്ടതോടെ നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരുന്ന അടിപ്പാത സമരത്തിന് ആവശ്യകത വീണ്ടും ഉയർത്തി നന്ദി ടൗൺ ജനകീയ കൺവെൻഷനും പ്രകടനവും നടന്നു. ഞങ്ങളുടെ സഞ്ചാരപഥങ്ങൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തകർക്കുകയും ഞങ്ങളെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി വിഭജിച്ച് ഞങ്ങൾക്കിടയിൽ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും തീർക്കുന്ന റെയിൽവേ അധികാരികളുടെ നടപടിയിൽ ഞങ്ങളുടെ രോഷവും പ്രതിഷേധവും അറിയിക്കുന്നു. സമരം മുൻ MLA കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് റെയിൽവേ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ദാസൻ ആവശ്യപ്പെട്ടു. അത് നിങ്ങളൊക്കെ ഈ റെയിൽവേയിലെ ഈ ട്രെയിൻ വരുന്നത് സ്പെഷ്യൽ ട്രെയിൻ വന്നിട്ട് ഇതിൻ്റെ ജനറൽ മാനേജർ, പാലക്കാട് ഡിവിഷൻ മാനേജർ, ഇവരെല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലും അവർക്കൊരു പരാതി കൊടുക്കാൻ അവസരം ഉണ്ടാക്കില്ല. അവരതൊന്നും സ്വീകരിക്കില്ല. ആ രീതിയിലാണ് അവരുടെ സമീപനം. ബ്രിട്ടീഷുകാർ ഭരണത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ റെയിൽവേ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരായി മുഖംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നാട്ടുകാർ പൊറുതിമുട്ടിയിട്ടാണല്ലോ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്, ഒരു രക്ഷയില്ലാത്ത സമയത്ത്. ഇവിടെ മാത്രമല്ല, എല്ലാത്തിലും ബ്ലോക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയ്യുന്നത് യാതൊരു നിർദ്ദേശമില്ലാതെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൊയിലാണ്ടി കണ്ടത്, കൊയിലാണ്ടിയിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ കയറുന്നത് മുത്താമ്പി റോഡിൽ നിന്നാണ്. പക്ഷെ അതിപ്പോൾ കട്ട് ചെയ്ത് ഒരു കമ്പിവേലി കെട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസമേ കമ്പിവേലി നിന്നുള്ളൂ. ആളുകൾ കമ്പിവേലി അവിടെ അടിച്ച് മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ആളുകൾ സുഖമായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു നിലപാടുമില്ലാത്ത രീതിയിലാണ് റെയിൽവേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ജനകീയ പ്രശ്നങ്ങളോട് മുഖത്തിൽ നിന്നാൽ അത് ഉണ്ടാക്കുന്ന പ്രതികരണം വലുതാണ്. സമരസമിതി ചെയർമാനും മൂടാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ CK ശ്രീകുമാർ അധ്യക്ഷനായി. MK മോഹനൻ സമരപ്രഖ്യാപനം നടത്തി. റെയിൽവേ ഏറ്റെടുക്കട്ടെ ഈ പ്രവർത്തനങ്ങൾ. കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് റെയിൽവേ കൊണ്ടുപോകുന്നത് ഏറ്റവും ലാഭകരമാണ് റെയിൽവേ കേരളത്തിൽ. അതുകൊണ്ടാണ് വന്ദേ ഭാരത് വീണ്ടും അനുവദിക്കുന്നത്. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല. പക്ഷേ പഴയ ട്രെയിനിൽ പോകാൻ നമ്മളിപ്പോൾ നിർബന്ധിതരാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടില്ല, മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം. ആ നിലയിലൊക്കെ എല്ലാ തരത്തിലും ഈ ജനതയെ പിഴിയുന്ന റെയിൽവേ വീണ്ടും ആളുകളുടെ മേൽ അധികമായ അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ശക്തിയുക്തം എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് K ജീവാനന്ദൻ, PP കരീം, രാമകൃഷ്ണൻ, സനീർ വില്ലംകണ്ടി, രാമചന്ദ്രൻ, സുഹറ ഖാദർ, പപ്പൻ മൂടാടി, റസൽ നന്ദി, നൌഫൽ നന്ദി എന്നിവർ സംസാരിച്ചു. എക്സ്കവേറ്റർ ഉൾപ്പെടെ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടിയിലും കോഴിക്കോടൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സ്റ്റെയർ കേസ് ഉൾപ്പെടെ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ അപ്പുറത്തേക്ക് കടക്കുന്ന സംവിധാനം. ഒരുപക്ഷെ 5 കോടി എന്നുള്ളതാണ് അടിപ്പാതക്കുള്ള എസ്റ്റിമേറ്റ് തുകയായിട്ട് ഇവിടെ പ്രപ്പോസലായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത്. 5 കോടിയേക്കാൾ എത്രയോ എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഇത്തരം സംവിധാനങ്ങളിലൂടെ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു സമരമുഖത്ത് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അഭിമുഖീകരിച്ച ഒരു രാഷ്ട്രീയ പ്രതിനിധി നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധി നിലയിൽ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ 2016 മുതൽ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിൽ ഇതിൻ്റെ ഈ വിഷയ സംബന്ധമായ ഒരു ഫോളോപ്പിൻ്റെ അഭാവം, ഒരു തുടർ ഇടപെടലുകളുടെ ഒരു അഭാവം ഈ വിഷയ സംബന്ധമായി ഉണ്ടായി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അലംഭാവമായി ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിഷയം അങ്ങനെ വഴി തടസ്സപ്പെടുത്തി വെലുകെട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതിനുള്ള സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ? ബദൽ മാർഗം എവിടെ? ആ ബദൽ മാർഗമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നിഷേധിക്കുന്ന രൂപത്തിലുള്ള നിലപാടുകളുമായി റെയിൽവേ പോവുകയാണ്.
2016 ഈ റെയിൽവേ അടിപ്പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ കമ്മിറ്റിയും അതുണ്ടാക്കിയ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അന്ന് അടിപ്പാത വേണമെന്ന് പറയാൻ കാരണം ഈ ഓവർ ബ്രിഡ്ജ് വന്നത് മുതൽ നന്ദിയിൽ ഈ പറഞ്ഞ വഴി നടക്കാൻ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചു. അതുപോലെ പഴയ ലാറ്റൂസ് റോഡ് ലാറ്റൂസ് ഗേറ്റ് അതിനും സഞ്ചരിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ നിരവധി സ്ഥാപനങ്ങൾ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ നന്ദിയിലെ ആശ്രയിച്ച് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഹൈസ്കൂൾ ഉൾപ്പെടെ, അറബി കോളേജ് ഉൾപ്പെടെ, ലാറ്റൂസ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ. ആ നിരവധി സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ ആളുകൾ, അതിൽ കോടിക്കൽ മുതൽ ഇങ്ങ് നന്ദി ബീച്ച് വരെയുള്ള ഭാഗത്തുള്ള ആളുകൾക്ക് നന്ദിയിലേക്ക് ബന്ധപ്പെടാനുള്ള പ്രധാന വഴി, ആ വഴിയാണ് ഇല്ലാതായി പോകുന്നത്. ആ വഴി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവണം. റെയിൽവേ അധികാരികളുടെ ഈ നിഷേധാത്മക നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിലപാടുകളെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ റെയിൽവേ അധികാരികൾ തയ്യാറാവുന്നില്ല. ഞങ്ങൾക്ക് വഴി നടക്കാൻ, അല്ലെങ്കിൽ റെയിൽവേ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകാൻ, അവിടുത്തെ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ, വീടുകളിലേക്ക് പോകാൻ, മറ്റാവശ്യങ്ങൾക്ക് പോകാൻ ഇവിടെ ബദൽ മാർഗം, ആ ബദൽ മാർഗം കാണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് ഉള്ള വഴിയിലെ കരിങ്കൽ കെട്ടുകളൊക്കെ പൊളിച്ച് അവിടെ വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ്. ആ നിലപാടിനായി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി ജനങ്ങളായ ഒറ്റക്കെട്ടായി എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന റെയിൽവേ ഭരണാധികാരികളുടെ നിലപാടിനായി ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ജനകീയ കമ്മിറ്റി ചേർന്ന് ആ ജനകീയ കമ്മിറ്റി തീരുമാനിച്ച പ്രകാരമാണ് ഇന്ന് ഈ പൊതുജന കമ്മീഷൻ വിളിച്ചുവെക്കുന്നത്. 4,09,00,000 രൂപ ദക്ഷിണ റെയിൽവേ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രം അടിപ്പാത നിർമ്മിച്ചു കൊടുക്കാൻ ആവേശം കാണിച്ച ദക്ഷിണ റെയിൽവേ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട് അവരുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു വില പോലും നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ വില പോലും നമ്മുടെ പ്രദേശത്തെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ അധികൃതർ നൽകുന്നില്ല എന്ന ദുഃഖകരമായ, ഏറ്റവും പറയാനറക്കുന്ന രീതിയിൽ സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ ഈ ജനാധിപത്യ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യകത ഇവിടെ നിറവേറ്റാതെ പോവുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം വളരെ ശക്തമായി തന്നെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ജനകീയമായ വലിയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ആവശ്യകത നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടരണം. ആ പോരാട്ടങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നന്ദി യൂണിറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് സമരത്തോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതേ ശ്രീദാസൻ പറഞ്ഞതുപോലെ ചെന്നൈയിലെയും പാലക്കാട്ടെയും ഒക്കെ ഉള്ള ഇതിൻ്റെ ഡിവിഷൻ മാനേജറും ഒക്കെ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് അതിനുള്ള അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടുപോകണം. അല്ലാതെ നമ്മളിവിടുന്ന് സമരം ചെയ്തുകൊണ്ട് അവരിത് കാണണമെന്നില്ല. റഫീഖ് പുത്തലത്ത് സ്വാഗതവും റഷീദ് കൊളരാട്ടിൽ നന്ദിയും പറഞ്ഞു. പാക്കനാർപുരം ഗാന്ധി സദനത്തിൽ നിന്നും ഒരുമിച്ച് നടക്കാം മതേതര ഇന്ത്യക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തി സെക്കുലർ മാർച്ച് നടന്നു. മതേതര സംരക്ഷണ ജ്വാല തെളിയിച്ചതിനു ശേഷം മേപ്പയൂർ ടൗണിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നു. ഗാന്ധിയുടെ ഇന്ത്യയെ രാമരാജ്യമാക്കാനുള്ള ഹൈന്ദവ തീവ്രവാദികളുടെ ശ്രമത്തിനെതിരെ നിങ്ങളും അണിനിരക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതേതര മാർച്ച് മേപ്പയൂർ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മതേതര മാർച്ചിൽ പങ്കാളികളാകുവാൻ മുഴുവൻ മതേതര വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, സംഗീത സംവിധായകനായ മേപ്പയൂർ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും തിരിച്ചുപിടിക്കാൻ മതേതരവാദികളുടെ ഈടറുപ്പുള്ള ഐക്യനിര ഉയർന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി എന്നത് ഒരു വലിയ പ്രതീകമാണ്, വലിയ ആശയമാണ്. ഗാന്ധിജി
എന്തിന് ഈ വയസ്സുകാലത്ത് നഥുറാം ഗോഡ്സെ RSSന്റെ നിർദ്ദേശം അനുസരിച്ച് കൊന്നു അല്ലേ? അത് നമ്മൾ ആരും ചിന്തിച്ചില്ല. 1-2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഗാന്ധി അങ്ങ് മരിക്കും. അപ്പം നിർബന്ധപൂർവ്വം ഇങ്ങനെ ഗാന്ധിയെ കൊല്ലേണ്ട ഒരു ആവശ്യം എന്തെന്നുള്ളതാണ്. ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ, ഈ 2 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് സംഘപരിവാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടാവുകയായിരുന്നു. ശ്രീരാമൻ എന്ന ഒരു ആശയമായി, അതൊരു പ്രതീകമായി ശ്രീരാമനായി ജീവിച്ച ഒരേ ഒരു വ്യക്തി ഗാന്ധിജിയാണെന്ന് ഗാന്ധിയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. റിഞ്ചുരാജ് എടവന, നിഷാദ് പൊന്നങ്കണ്ടി, ബാലകൃഷ്ണൻ, സുഭാഷ് കുമാർ, ലിൻജിത്ത്, ചിത്രകാരൻ റഹ്മാൻ കൊഴുക്കല്ലൂർ, ഗായിക സായന്ത കൊയിലോത്ത്, സ്നേഹ, സനിൽ, രചന വാഗമോളി തുടങ്ങിയവർ സംസാരിച്ചു. കൊയിലാണ്ടിയിലെ ചലച്ചിത്ര സ്നേഹികളുടെ കൂട്ടായ്മയായ കൊയിലാണ്ടി ഫിലിം ഫാക്ടറി കോഴിക്കോടിന്റെ ആക്ടിംഗ് ക്യാമ്പ് പൂക്കാട് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ശ്രീ വിജിലേഷ് കാരയാട് നിർവഹിച്ചു. 100ഓളം പേർ ആക്ടിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. QFFK പ്രസിഡന്റ് പ്രശാന്ത് ചില്ല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആക്ടിംഗ് ക്യാമ്പ് ഡയറക്ടർ നൌഷാദ് ഇബ്രാഹിം സംസാരിച്ചു. ആൻസൺ ജേക്കബ് സ്വാഗതം പറഞ്ഞു. ഉപഹാരസമർപ്പണം ഭാസ്കരൻ വെറ്റിലപ്പാറ, ജനു നന്ദി ബസാർ എന്നിവർ നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ബബിത പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. സ്പൈനൽ മസ്കുലർ ആട്രോഫി ബാധിച്ച പന്തലായനി BM സ്കൂൾ വിദ്യാർത്ഥി വൈകിയും ആക്ടിംഗ് ക്യാമ്പിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. പറഞ്ഞിട്ട്